പാടും ഞാനേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. ആഗോള കത്തോലിക്ക സഭ ഇന്ന് വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജന്മത്തിരുനാളിന് ശേഷം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കാനും തയ്യാറായി നിരവധിയായ പേർ സഭയിലുണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അതിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്റ്റീഫൻ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം നിരവധിയായ പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. അംഗസംഖ്യ കൂടിയപ്പോൾ തന്നെ പിന്നീട് ആ സംഖ്യയുള്ളവർക്ക് വിശ്വാസം നൽകാൻ കഴിയാത്തതിൻ്റെ പേരിൽ 12 ശിഷ്യന്മാർ വീണ്ടും നിരവധിയായവരെ തൻ്റെ ദൈവവചന പ്രഘോഷണത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ പ്രത്യേകമാവിധം തിരഞ്ഞെടുക്കപ്പെട്ട എണ്ണപ്പെടാവുന്ന ചിലരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വിശുദ്ധ സ്റ്റീഫൻ. സ്റ്റീഫൻ്റെ വചനപ്രഘോഷണവും സ്റ്റീഫൻ്റെ അത്ഭുത പ്രവൃത്തികളും അനേകരെ വേദനയിലേക്ക് ആഴ്ത്തി. അവർക്ക് സ്റ്റീഫൻ്റെ മേലെ ദേഷ്യവും വൈരാഗ്യവും വളർത്തി. കാരണം അവനിലൂടെ അനേകർ ക്രിസ്തുവിലേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. സെൻഹദ്രിൻ സംഘം അവനെതിരെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് സ്റ്റീഫനെ കൊല്ലാൻ അവർ ഗൂഢാലോചന നടത്തുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അവസാനം ആ മനുഷ്യൻ മരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. രക്തസാക്ഷിത്വത്തിൻ്റെ അവസാന നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം അവസാനിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 60-ാം വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം സ്വർഗത്തെ നോക്കി കർത്താവിനോടായി പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഒരാൾ മരണത്തിൻ്റെ സമയത്ത് പോലും വചനം പ്രഘോഷിച്ച് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന് ചിന്താനുള്ള അവസാനത്തുള്ള രക്തത്തിൽ പോലും ക്രിസ്തുവിൻ്റെ ജീവിതവും സാക്ഷ്യവും ഉണ്ടായിരുന്നുവെന്നും അതിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പാഠമുണ്ടായിരുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, സ്റ്റീഫൻ ഈ ഭൂമിക്ക് വലിയൊരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഭൂമിയെ പഠിപ്പിച്ചത് അവസാനത്തുള്ള രക്തത്തോളം ക്രിസ്തുവിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ള മനോഹരമായൊരു പാഠമാണ്. ഇന്ന് ഭൂമിക്ക് ആവശ്യം ഇങ്ങനെയുള്ള ചില മനുഷ്യരെയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ മനുഷ്യർ. സ്തോത്രേക പ്രാർത്ഥന 4-ാമത്തേതിൽ പുരോഹിതൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്: കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏറ്റവും മനോഹരമായുള്ള ഒരു ദൈവാനുഭവമാണത്. നമ്മളൊക്കെ ഇനി മുതൽ നമുക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഈ ഒരു പുതിയ കാലഘട്ടം നമ്മളെ സഹായിക്കണം. അവസാനത്തുള്ള രക്തത്തോളം ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരൊക്കെ മറ്റൊരു ക്രിസ്തുവായി തീരാതിരിക്കില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.